അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ പരീക്ഷ വളരെ അടുത്തു അല്ലേ? ഇന്ന് നമുക്ക് ലിസാൻ പഠിക്കാം. എങ്ങനെ പഠിക്കുന്ന അറിയോ? കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഇതുപോലെയുള്ളൊരു വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യപേപ്പർ വായിച്ച് നൽകുക, അതുപോലെ ഞാൻ വായിച്ചു തരും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുക. പുസ്തകത്തിൽ നോക്കിയിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ ഞാൻ ചോദ്യം വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച എത്ര ഉത്തരം ശരിയാണെന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഒരു കമൻറ്റും ചെയ്യാം കേട്ടോ എല്ലാവരും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചോദ്യം വായിക്കുകയാണ്. ചോദ്യം വായിച്ചിട്ട് ഞാൻ ഉത്തരം പറയും കേട്ടോ. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരവും നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവും ശരിയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, നസിലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർക്കുക എന്നതിൻ്റെ അർത്ഥം. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? യോജിച്ചത് ചേർക്കുക. എന്താ ചേർക്കണ്ടേ? ജാലിക്ക അല്ലെങ്കിൽ തിൽക്ക. ജാലിക്കയോ തിൽക്കയോ ആണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. താഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം ജാലിക്കയോ തിൽക്കയോ ആണ്. അപ്പോൾ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ ജാലിക്ക അല്ലെങ്കിൽ തിൽക്ക. രണ്ടും ദൂരെയുള്ളൊരു വസ്തുവിലേക്ക് ചൂണ്ടിയിട്ട് പറയാനുള്ളതാണ്. അത് എന്ന് പറയാനുള്ളതാണ് ജാലിക്കയും തിൽക്കയും. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജാലിക്ക ആൺകുട്ടിയും തിൽക്ക പെൺകുട്ടിയുമാണ്. നമുക്ക് നോക്കാം കേട്ടോ, ഞാൻ വായിക്കാം. ഹൗവാമത്ത്, കാറൂറത്ത്, അനാനുസ്, നാറജീൽ, ഫുർഷത്ത്. ഇതിൽ ഹവ്വാമത്ത് ഏതാണ്? ജാലിക്കയാണോ തിൽക്കയാണോ? ഹവ്വാമത്ത് അവസാനം താ ഉണ്ട്, അപ്പോൾ തിൽക്ക പെണ്ണാണ്. കാറൂറത്ത് തിൽക്കയാണോ ജാലിക്കയാണോ? അതും തിൽക്ക. ഹവാമത്തും തിൽക്ക, കാറൂറത്തും തിൽക്ക. കാരണം എന്താ? കാറൂറത്തിൻ്റെയും അവസാനം താ ഉണ്ട്, സ്ത്രീലിംഗത്തിൻ്റെ താ ഉണ്ട്, അപ്പോൾ അധികം തിൽക്ക. കാരണം തിൽക്കയാണല്ലോ പെണ്ണ്. ജാലിക്ക എന്നുള്ളത് ആണാണല്ലോ. അനാനസ്, അനാനാസുൻ. അനാനാസ് എന്ന് പറയുമ്പോൾ അവസാനം താ ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് ആണാണ്. അപ്പോൾ ജാലിക്കയാണല്ലോ ആണ്, അപ്പോൾ ജാലിക്ക അനാനസുൻ. നാറജീലുൻ അവസാനം താ ഉണ്ടോ? ഇല്ല, അപ്പോൾ അതും ജാലിക്ക. ജാലിക്ക നാറജീലുൻ. ഫുർഷത്തുൻ അവസാനം താ ഉണ്ടില്ല, അപ്പോൾ അത് പെണ്ണ, അപ്പോൾ തിൽക്ക ഫുർഷത്തുൻ. ഉത്തരങ്ങളൊന്നുകൂടി പറയാണ്. തിൽക്ക ഹവ്വാമത്തുൻ, തിൽക്ക കാറൂറത്തുൻ, ജാലിക്ക അനാനാസുൻ, ജാലിക്ക നാറജീലുൻ, തിൽക്ക ഫുർഷത്തുൻ. എല്ലാവരുടെയും ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്തവർ കുഴപ്പമില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്താവും? കിട്ടും കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനിയും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അടുത്ത ചോദ്യം, നുൻഷി ഉൽ അസ്ഇലത കമാഫിൽ മിസാൽ. അവിടെ തന്നിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഹാസിഹി സയ്യാറ, ഇത് കാറാകുന്നു. കാറിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്താണ് എന്നൊരു ചോദ്യം
അപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കണം. അസ്ഇലത്ത് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തേത് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഹാസിഹി സയ്യാറ, ഇത് കാറാകുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ? ഇത് എന്താകുന്നു എന്ന്. അപ്പോൾ ചോദ്യം ഇതെന്താകുന്നു എന്ന് നിങ്ങൾ എഴുതുക അറബിയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ അറബിയിൽ നിന്ന് കണ്ടെത്തിയോ? ഉത്തരം ഹാസി ഈ എന്നുള്ളതിന് മുമ്പ് മാ എന്നുള്ളത് ചേർക്കുക. മാ ഹാസിഹി, ഇത് എന്താണ്? ഹാസിഹി സയ്യാറ, ഇത് കാറാകുന്നു. അടുത്ത ചോദ്യം ഹാസാ കലമുൻ, ഇത് പേനയാകുന്നു. അപ്പോൾ ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കുക? ഹാസിൻ്റെ മുമ്പ് മാ ചേർക്കുക. മാ ഹാസ. ഇനി അടുത്തത് ലൗഹുൻ, സ്ലൈറ്റ്. ഹാസാ ലൗഹുൻ, ഇത് സ്ലൈറ്റ് ആകുന്നു. അപ്പോൾ ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കുക? മാ ഹാസ എന്നാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തേത് സൈക്കിളാണല്ലേ. ഹാസിഹി ദറാജ, ഇത് സൈക്കിളാകുന്നു. അപ്പോൾ ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കുക? മാ ഹാസിഹി എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മാ ഹാസിഹി. അടുത്തത് മാ തിൽക്ക, ഇത് എന്താകുന്നു? തിൽക്ക ദാറുൻ, ഇതെന്താണ്? വീടാകുന്നു. തിൽക്ക ദാറു എന്ന് പറയുമ്പോൾ ഇത് വീടാകുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്തായിരിക്കും? മാ തിൽക്ക എന്നാണ് അതിൻ്റെ ഉത്തരം. ഇത് നിങ്ങൾ ചോദ്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നാലാമത്തെ ഉത്തരം മാ തിൽക്ക. 3 നുഅരിബ്, അറബിയാക്കുക. ഒന്നാമത്തത് അറബിയാക്കേണ്ടത് കുട. കുടൻ്റെ അറബി എന്താ? ശംസിയത്തുൻ. എന്താണ്? ശംസിയത്തുൻ. രണ്ടാമത്തേത് നിസ്കാരപ്പായ. അതിൻ്റെ അറബി എന്താണ്? പറയൂ. സജ്ജാദത്തുൻ. സജ്ജാദത്തുൻ എന്നാണ് നിസ്കാരപ്പായയുടെ അറബി. അപ്പോൾ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് ഇതേപോലെ എഴുതണം കേട്ടോ. മൂന്നാമത്തേത് പമ്പരം. പമ്പരത്തിൻ്റെ അറബി ദുവാമ. ദുവാമ. നാലാമത്തേത് വാക്കർ. വാക്കറിൻ്റെ അറബി എന്താ? മശായത്തുൻ. മശായത്തുൻ എന്നാണ് വാക്കറിൻ്റെ അറബി. അടുത്തത് അർത്ഥം എഴുതാനാ. അതിൻ്റെ അറബിയുടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു വേറെ PDF കൂടി ഓപ്പൺ ചെയ്യാണ്, നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ലിസാൻ്റെ അതിൻ്റെ ഉത്തരം ഒന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഇതേപോലെയാണ് എഴുതിയത്. തിൽക്ക ഹവാമത്തുൻ. രണ്ടാമത്തേതോ തിൽക്ക കാറൂറത്തുൻ. മൂന്നാമത്തേതോ സാലിക്ക അനാനാസുൻ. നാലാമത്തേതോ സാലിക്ക നാറജീൽ. എന്തുകൊണ്ടാണ് നാറജീലിന് സാലിക്ക കൊടുത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു
ഞാൻ റജുൽ എന്നുള്ളത് ആണാണ്. അപ്പോൾ ദാലിക്കയും ആണാണ്. അപ്പോൾ ആണിൻ്റെത് കൊടുക്കുകയാണ്. തിൽക്ക ഫുർഷത്തുൻ, തിൽക്ക എന്നുള്ളത് പെണ്ണാണ്. അടുത്തത് നുൻഷി ഉൽ അസ്ഇല, ചോദ്യം ഉണ്ടാക്കുക. കമാഫിൽ മിസാൽ, ഉദാഹരണങ്ങളിൽ തന്ന പോലെ. ഹാസിഹി സയ്യാറ, അതിൻ്റെ ചോദ്യം മാ ഹാസിഹി. ഹാസ കലമുൻ, അതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? മാ ഹാസ. ഹാസ ലൗഹുൻ, ഇത് സ്ലൈറ്റാണ്. അതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? മാ ഹാസ. ഹാസിഹി ദറാജത്തുൻ, ഇത് സൈക്കിളാകുന്നു. അതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? മാ ഹാസിഹി. തിൽക്ക ദാറുൻ, അതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? മാ തിൽക്ക. ഇനി മൂന്നാമത്തത് അറബി ആക്കാനാണ്. കുടൻ്റെ അറബി ഷംസിയ. നിസ്കാരപ്പായൻ്റെ അറബി സജ്ജാദ. പമ്പരത്തിൻ്റെ അറബി ദുവാമ. വാക്കറിൻ്റെയോ മഷായ. ഏറ്റവും അവസാനത്തേത് നുതർജിം. മലയാളത്തിൽ എഴുതാനാണ്, അറബി മലയാളത്തിൽ എഴുതാം. തിൽക്ക മിർആത്തുൻ, എന്താ അർത്ഥം? മിർആത്ത് എന്ന് പറഞ്ഞാൽ കണ്ണാടി. തിൽക്ക പറഞ്ഞാൽ അതോ ഇതോ, അതാണ്, ദൂരത്തുള്ളതാണ് തിൽക്ക ദാലിക്ക എന്നൊക്കെ പറയാം. അടുത്തുള്ളതിന് ഹാസ ഹാസിഹി എന്നാ പറയാം കേട്ടോ. അപ്പോൾ തിൽക്ക പറഞ്ഞാൽ ദൂരത്തുള്ളത്, അപ്പോൾ അത്, ഇതല്ല അത്. അപ്പോൾ തിൽക്ക മിർആത്തുൻ, അത് കണ്ണാടിയാകുന്നു. തിൽക്ക ഹഖീബത്തു ഉഖ്തി, തിൽക്ക പറഞ്ഞാൽ അത്, ഹഖീബത്ത് പറഞ്ഞാൽ ബാഗ്, ഉഖ്തി പറഞ്ഞാൽ എൻ്റെ സഹോദരി. അപ്പോൾ എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു അത് എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു. ഏറ്റവും ലാസ്റ്റത്തെ സഹാബുൻ. സഹാബുൻ എന്ന് പറഞ്ഞാൽ മേഘം. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഒന്നുകൂടിയും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറയുമ്പം തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ് 2ാം ക്ലാസ് എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുക.